Dear students, I believe all of you are keeping fine. In the previous class, we have discussed about the first part of the poem Mending Wall by Robert Frost. In this part, the poet has one view, but his neighbor has a different view. The poet thinks there is no need for a fence or a wall between neighbors, especially when the other's area has apple trees and the neighbor's area has pine trees. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻഡിങ് വാൾ എന്ന മനോഹരമായ കവിതയുടെ ആദ്യ ഭാഗമാണ് ചർച്ച ചെയ്തത്. ഈ ഭാഗത്തിൽ കവിക്ക് ഒരു അഭിപ്രായവും അയാളുടെ അയൽക്കാരന് വേറെ ഒരു അഭിപ്രായവുമാണ് ഉള്ളത്. അയൽക്കാർ തമ്മിൽ ഒരു വേലിയുടെയോ മതിലിൻ്റെയോ ആവശ്യമില്ല എന്നാണല്ലോ കവി കരുതുന്നത്. പ്രത്യേകിച്ച് എഴുത്തുകാരൻ്റെ സ്ഥലത്ത് ആപ്പിൾ മരങ്ങളും അയൽക്കാരൻ്റെ സ്ഥലത്ത് പൈൻ മരങ്ങളും ഉള്ളപ്പോൾ ഒരിക്കലും ആപ്പിൾ മരങ്ങൾ അയൽക്കാരൻ്റെ എസ്റ്റേറ്റിലോട്ട് അതിക്രമിച്ച് കടക്കുകയോ പൈൻ മരത്തിൻ്റെ കായകൾ തിന്നുകയോ ചെയ്യില്ല. അതുകൊണ്ട് കവി വാദിക്കുന്നു, നമ്മൾക്കിടയിൽ എന്തിനാണ് ഒരു മതിൽ കെട്ടേണ്ട ആവശ്യം? എന്നാൽ അയൽക്കാരൻ പറയുന്നു, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന് പറയുന്നു. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ് അയൽക്കാരൻ്റെ വാദം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ലാസ്റ്റ് സെക്ഷൻ നമുക്ക് ശ്രദ്ധിക്കാം. സ്പ്രിംഗ് ഈസ് ദി മിസ്റ്റീഫ് ഇൻ മീ and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows, but there are no cows? Before I built a wall, I would ask to know what I was wailing in or wailing out, and to whom I was like to give offense. ഈ ഭാഗത്തിൻ്റെ മലയാളം നമുക്ക് ശ്രദ്ധിക്കാം. മതിൽ നന്നാക്കാൻ ഇറങ്ങിയ എനിക്ക് ഈ വസന്തത്തിൽ കുറച്ച് കുസൃതി തോന്നി. വസന്തകാലം കുസൃതി കാട്ടുന്നതായി കവിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിലുള്ള മതിലിൽ വിള്ളൽ വീഴുന്നത്. വസന്തത്തിൽ മതിലിനടിയിലെ തണുത്തുറഞ്ഞ മണ്ണ് വികസിക്കുന്നു. അങ്ങനെയാണ് ഈ വിടവുകൾ പ്രത്യക്ഷമാകുന്നത്. എൻ്റെ അയൽക്കാരൻ്റെ മനസ്സിലേക്ക് കുറച്ചുകൂടി നല്ല ആശയം കൈമാറിയാലോ എന്നെനിക്ക് തോന്നി. ഞാൻ അതിന് മുതിർന്നു. നല്ല വേരുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അയാളോട് ചോദിച്ചു. നമുക്കിടയിൽ പശുക്കളുണ്ടെങ്കിൽ ഒരു വേലി ആവശ്യമാണ്. അവ പറമ്പിൽ കയറി കൃഷികൾ നശിപ്പിക്കും. പക്ഷേ നാം പശുക്കളെ വളർത്തുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ എന്തിനാണ് വേലി കിട്ടുന്നത്? അതിൻ്റെ ആവശ്യമെന്താണ്? ഞാൻ വല്ലാതെ ആലോചിച്ചു. ഞാൻ ഒന്നും അകത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, അതുപോലെ പുറത്തു നിർത്താനും ശ്രമിക്കുന്നില്ല. മതിൽ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ചിന്തിച്ചു. വേലി കെട്ടുന്നതിലൂടെ ആരെയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ എത്രയോ ചിന്തകൾ. പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം മതിൽ നിർമ്മിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. സംതിങ് ദാറ്റ് ഈസ് ദാറ്റ് doesn't love a wall, that wants it down. I could say elves to him, but it's not elves exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top. In each hand
like an old stone savage armed. ഈ വരികളുടെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മതിലിൻ്റെ നിർമ്മാണത്തെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ശക്തി ഇവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് കവി അഭിപ്രായപ്പെടുന്നു. ആ ശക്തിയാണ് മതിലിനെ പൊളിക്കുന്നത് അല്ലെങ്കിൽ താഴോട്ട് വലിച്ചിടുന്നത്. മതിൽ പൊളിക്കുന്നത് യക്ഷികളുടെ വികൃതിയാണെന്ന് എനിക്ക് വേണമെങ്കിൽ അഭിപ്രായപ്പെടാം. പക്ഷേ അവരല്ല അത് ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മതിൽ കെട്ടുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആ ശക്തി എന്താണെന്ന് എന്നോട് പറയാൻ ഞാൻ അയൽക്കാരനോട് ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്ന വേളയിൽ 2 കൈകളിലും 2 കല്ലുകൾ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന അയൽക്കാരനെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നതിലൊന്നുമല്ല കാര്യം. അയാളുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. പഴയ കാലഘട്ടത്തിലെ, അതായത് ശിലായുഗത്തിലെ അപരിഷ്കൃതനായ മനുഷ്യനെ പോലെയാണ് അയാളെ അപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ആ കാലഘട്ടത്തിൽ ആദിമ മനുഷ്യൻ്റെ ആയുധം കല്ലായിരുന്നല്ലോ. കൂർത്തുമൂർത്ത കല്ലുകൾ ആയുധമായി ഉപയോഗിച്ച് ആദിമ മനുഷ്യൻ സ്വയരക്ഷയ്ക്കും വേട്ടയാടാനും അവ കൂടുതൽ ഉപയോഗിച്ചിരുന്നുവെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഈ കവിതയുടെ അവസാനത്തെ വരികൾ ശ്രദ്ധിക്കൂ. He moves in darkness as it seems to me. A knot of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. ഈ വരികളുടെ മലയാളം ശ്രദ്ധിക്കാം. തിങ്ങിക്കൂടിയ മരങ്ങളുടെ ചുവട്ടിലുള്ള തണലിലൂടെ, ഇരുട്ടിലൂടെ അയാൾ കൈകളിൽ കല്ലുമേന്തി നടക്കുന്നതായി ഞാൻ കണ്ടു. അയാൾ അപ്പോഴും തൻ്റെ ജോലിയിൽ വ്യാപൃതനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളിനെക്കുറിച്ച് അയാൾ ഏറെ ചിന്തിച്ചു. എങ്കിലും തൻ്റെ അച്ഛൻ പറയാറുള്ളതിനെ ഉപേക്ഷിക്കാൻ അയൽക്കാരൻ തയ്യാറല്ലായിരുന്നു. അയാൾ പിന്നെയും ആവർത്തിക്കുന്നു, നല്ല മതിലുകൾ അഥവാ വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന്. ശിലായുഗ മനുഷ്യൻ ആയുധമായി കല്ല് ഉപയോഗിച്ചിരുന്നതുപോലെ റോബർട്ട് ഫ്രോസ്റ്റ് തൻ്റെ അയൽക്കാരൻ കല്ലുമായി നിൽക്കുന്ന അപരിഷ്കൃത മനുഷ്യനായി ചിത്രീകരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും പരിഷ്കൃതനോ നാഗരികനോ ആയി ജീവിക്കാൻ തയ്യാറല്ല. ശിലായുഗ മനുഷ്യനെ പോലെ ഈ യുഗത്തിലും ഇരുട്ടിൽ ജീവിക്കാനാണ് അയൽക്കാരൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. പലതരത്തിലുള്ള വേർതിരിവിൻ്റെ മതിലുകളാൽ മാറ്റി നിർത്തപ്പെട്ട ഒരു തലമുറയാണ് ഇന്നുള്ളത്. അത്തരം ജാതി മതത്തിനും ഭാഷയ്ക്കും വേഷത്തിനും ജന്മിക്കും അടിമയ്ക്കും എല്ലാത്തിനുമപ്പുറം സാമൂഹ്യ വിവേചനത്തിൻ്റെ മതിൽക്കെട്ടുകളില്ലാത്ത ഒരു പുതിയ ലോകം കവി ഇവിടെ സ്വപ്നം കാണുന്നു. അങ്ങനെ ഈ പരിഷ്കൃത സമൂഹത്തിൽ മതിൽ എന്നത് തികച്ചും അപ്രസക്തമാണെന്ന് ഉദ്ഘോഷിക്കുവാൻ കവി ഏറെ ആഗ്രഹിക്കുന്നു. In this poem, the poet has used many poetic devices to make the poem beautiful. They are metaphor, simile, personification, and repetition. He used simple language and it gives a fine message. This poem definitely begins with a delight and ends with a wisdom. The
central metaphor in the poem is wall itself. It comes to represent the divisions between people, things that keeps them apart. ഈ കവിത മനോഹരമാക്കുവാൻ കവി ഒട്ടനവധി അലങ്കാര പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ കവിതയിൽ വളരെ ലളിതമായ ഭാഷയും അത്യുന്നതമായ ആശയവുമാണ് കവി നമുക്ക് സമ്മാനിക്കുന്നത്. തികച്ചും സന്തോഷത്തിൽ തുടങ്ങുന്ന ഈ കവിത ഒരു വിജ്ഞാനത്തിലാണ് അവസാനിക്കുന്നത്. ഇതിലേറ്റവും വലിയ മെറ്റാഫർ രൂപകാലങ്കാരം എന്ന് പറയുന്നത് വാൾ തന്നെയാണ്. അത് മനുഷ്യനിടയിലുള്ള വസ്തുക്കളെയും മനുഷ്യ ജീവജാലങ്ങളെയും ഒക്കെ മാറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന, വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമായി മതിലിനെ കാണുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ കവിതയുടെ സെൻട്രൽ തീം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം. ദി സെൻട്രൽ ഐഡിയ ഓഫ് ദി പോയം ഈസ് ദാറ്റ് നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെപ്പറേഷൻ ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ടെൻസ് ടു ഡിസ്ട്രോയ് ദ വാൾസ്. ഈ കവിതയുടെ കേന്ദ്ര ആശയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതി ഒരിക്കലും തന്നെ വേർതിരിവുകളെ ഇഷ്ടപ്പെടുന്നില്ല, അഥവാ മതിലുകളെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ മതിലുകൾ നശിച്ചു പോകുന്നത്. ബട്ട് ഫോർ ഹെൽത്തി റിലേഷൻസ് വാൾസ് ഓർ ഫെൻസസ് ആർ നെസറി. എന്നാൽ ആരോഗ്യകരമായ നമ്മൾക്കിടയിലുള്ള ബന്ധത്തിന് ഒരു മതിൽ ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ഇഫ് ദർ ആർ നോ ബൗണ്ടറീസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്, ദർ റിലേഷൻസ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിൽ അല്ലെങ്കിൽ അയൽപക്കക്കാർക്കിടയിൽ ഒരു അതിർത്തി അഥവാ ഒരു മതിൽ ഇല്ല എങ്കിൽ ആ ബന്ധം ഏറെക്കാലം ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ കവിതയിലെ ഓരോ വരികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വരികളും നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. ലോകത്ത് മതിലിൻ്റെ ആവശ്യമില്ല എന്ന് കവി ഉദ്ഘോഷിക്കുമ്പോൾ മാനവികതയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ അയൽപക്കക്കാരനാവട്ടെ നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന വാദവും നിരത്തുന്നു. എന്തായാലും ക്ഷമയും സാഹോദര്യത്വവും മനുഷ്യജീവിതത്തിനിടയിൽ വളരെ അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയുക. ഈ കവിത നന്നായി വായിച്ച് പഠിക്കുക. എല്ലാവർക്കും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന ഈ കവിത മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.